ഭേദഗതി നിയമമായി. ബില്ലിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഒപ്പുവെച്ചതോടെയാണ് ബിൽ നിയമമായത്. ബില്ലിനെതിരെയുള്ള പ്രതിഷേധവും ശക്തമാവുകയാണ്. രാകേഷ് വിവരങ്ങളുമായി. രാകേഷ്, ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ ഒരുപക്ഷെ രാഷ്ട്രപതി ഒപ്പുവെച്ചേക്കും എന്നൊക്കെയുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ കാണുന്നത് രാജ്യസഭയും കടന്നതിന് തൊട്ട് പിന്നാലെ തന്നെ രാഷ്ട്രപതി ബില്ലിൽ ഒപ്പുവെക്കുകയും അത് നിയമമാവുകയും ചെയ്യുകയാണ്. മുസ്ലിം വ്യക്തി നിയമ ബോർഡ്, മുസ്ലിം ലീഗ്, അങ്ങനെ പല സംഘടനകളും ഇതിനെതിരെ നിയമപരമായി മുന്നോട്ട് പോകാൻ ആലോചിക്കുന്നുമുണ്ട്. ഇന്നലെ എപ്പോഴാണ് ബിൽ ഒപ്പുവെച്ച് നിയമമായി പുറത്തിറങ്ങിയത്? ശ്രീജ, ലോക്സഭയും രാജ്യസഭയും പാസാക്കിയ വഖഫ് നിയമ ഭേദഗതി ബില്ലാണ് രാഷ്ട്രപതി ഒപ്പുവെച്ചിരിക്കുന്നത്. ഇതോടുകൂടി ഇത് നിയമമായിരിക്കുന്നു. ഇന്നലെ വൈകിട്ടാണ് രാഷ്ട്രപതി ബില്ലിൽ ഒപ്പുവെച്ചത്. ശ്രീജ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ബില്ലിൽ ഒപ്പുവെക്കരുതെന്ന ആശങ്ക അറിയിക്കാനുണ്ട് എന്നൊക്കെ വ്യക്തമാക്കി മുസ്ലിം വ്യക്തി നിയമ ബോർഡ് രാഷ്ട്രപതിയുമായി കൂടിക്കാഴ്ചയ്ക്ക് സമയം ചോദിച്ചിരുന്നു. അപ്പം മുസ്ലിം ലീഗ് എംപിമാരും ഇത്തരത്തിൽ കത്തയച്ചിരുന്നു രാഷ്ട്രപതിക്ക്. ഇതിന് പിന്നാലെയാണ് രാഷ്ട്രപതി ഏതായാലും ഈ ബില്ലിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. അതിനുശേഷം നോട്ടിഫിക്കേഷൻ നിയമ മന്ത്രാലയം പുറത്തിറക്കുകയായിരുന്നു. ഏതായാലും ഇതോടുകൂടി നിയമമായിരിക്കുകയാണ്. ഒപ്പം തന്നെ രാജ്യത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും ശക്തമാകുകയാണ്. കാരണം ഇതിനെതിരെ നിയമ പോരാട്ടം ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. 2 ലോക്സഭാംഗങ്ങൾ സുപ്രീം കോടതിയെ സമീപിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഒന്ന് ബീഹാറിൽ നിന്നുള്ള കോൺഗ്രസിന്റെ എം പിയാണ്, മറ്റൊന്ന് ഒവൈസിയാണ്. ഈ 2 പേരും പറയുന്നത് ഭരണഘടനാ വിരുദ്ധമാണ്, മുസ്ലിങ്ങളുടെ അവകാശത്തിനുള്ള കടന്നുകയറ്റമാണെന്നാണ് ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രവുമല്ല കൂടുതൽ കക്ഷികളും ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. ലീഗ് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചാണ് ഒരുപക്ഷെ നാളെ തന്നെ ലീഗ് കോടതിയെ സമീപിക്കാനുള്ള തീരുമാനമുണ്ടാകും. കാരണം ഇന്നലെയും ഇന്നുമൊക്കെ അവധി ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നാളെ സുപ്രീം കോടതിയിൽ ഹർജി നൽകുമെന്നാണ് ഇപ്പോൾ ലീഗ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഒപ്പം കൂടുതൽ കക്ഷികളും സമാനമായ രീതിയിൽ പ്രതിഷേധവുമായി മുന്നോട്ട് പോവുകയാണ്. മുസ്ലിം വ്യക്തി നിയമ ബോർഡാകട്ടെ രാജ്യവ്യാപകമായി പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട നഗരങ്ങളിൽ മുംബൈ, ഡൽഹി, പാട്ന, ഒപ്പം തന്നെ ലക്നൗ തുടങ്ങി ബംഗളൂരു തുടങ്ങി രാജ്യത്തെ പ്രധാനപ്പെട്ട എല്ലാ നഗരങ്ങളിലും ഈ വിഷയം ഉയർത്തിക്കാട്ടിക്കൊണ്ട് പ്രതിഷേധം തുടരാനാണ് തീരുമാനം. ഏതായാലും നേരത്തെ വിവാദമായ പല ബില്ലുകളുടെ കാര്യത്തിലും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ തന്നെ രാജ്യത്തുണ്ടായിരുന്നു. അത് കോടതി കയറുകയും നിയമ നടപടികളുമായി മുന്നോട്ട് പോവുകയും ചെയ്തതാണ്. പ്രത്യേകിച്ച് CAA അടക്കമുള്ള വിഷയങ്ങൾ കോടതി കയറിയതാണ്. അതുപോലെ മാറാൻ പോകുന്നു വഖഫ് നിയമ ഭേദഗതിയും എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ കൂടുതൽ പേർ ഇപ്പോൾ ഏതായാലും ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് കോടതിയെ സമീപിക്കാൻ ഇപ്പോൾ ഒരുങ്ങുകയാണ്. ശ്രീജ, രാകേഷാണ് വിവരങ്ങൾ നൽകിയത്. ന്യൂസ് ഡെസ്കിൽ നിന്ന്.